കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ലീ ചിങ്ങിനെയാണ്. അവളിപ്പോ ഒരു ഡേറ്റിംഗ് കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കപ്പിൾസിനെയൊക്കെ സെറ്റ് ആക്കി കൊടുക്കുന്ന ജോലി. അപ്പോൾ ഇവളുടെ ഇപ്പോഴത്തെ ക്ലയന്റ് ഇവളുടെ ഒരു കഴിവ് കൊണ്ട് അയാളുടെ കല്യാണം വരെ സെറ്റ് ആക്കി കൊടുത്തേക്കാണ്. അയാൾ ഇവളോട് വളരെയധികം നന്ദി പറഞ്ഞ് കല്യാണം ക്ഷണിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നവരിലെ ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ളത് ഇവൾ ആയതുകൊണ്ട് തന്നെ ഇവളുടെ മാനേജർ ഇവൾക്കൊരു പുതിയ വർക്ക് കൊടുക്കുന്നു. ഒരു വലിയ ബിസിനസ് മാന് അയാളുടെ ക്രഷിനെ സെറ്റ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ കമ്പനിക്ക് 3 മില്യൺ ആണ് കിട്ടുന്നത്. ഇവൾക്കും അതിന് നല്ലൊരു ശതമാനം തന്നെ കമ്മീഷൻ ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവള് വളരെയധികം സന്തോഷത്തിൽ ആ ഒരു വർക്ക് ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഇവളുടെ ഒറിജിനൽ ജോലിക്കായിട്ട് പോവാൻ തുടങ്ങുന്നു. ഇവിടെ പാർട്ട് ടൈം ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾക്ക് മറ്റൊരു കമ്പനിയിൽ ഒരു ഒറിജിനൽ ജോലിയുണ്ട്. എക്സ്ട്രാ മണി ഒപ്പിക്കാൻ എന്ന രീതിയിലാണ് ഇവൾ ഈ പാടുപെടുന്നത്. ഇവൾക്ക് അത്രയും വലിയൊരു വർക്ക് കിട്ടാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇവള് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ വലിയ കാര്യത്തിൽ അവളുടെ ക്ലയന്റ് ആരാണെന്ന് നോക്കുന്ന സമയത്ത് അത് മറ്റാരുമായിരുന്നില്ല, ഇവളുടെ ഈ കമ്പനിയുടെ ബോസ് തന്നെയാണ്. അതായത് നമ്മുടെ കഥാനായകനായിട്ടുള്ള സോങ്. ഇവളാണെങ്കിൽ അതറിഞ്ഞ് ഫുള്ള് ഷോക്കായി പോവാണ്. കാരണം അയാളെന്ന് പറഞ്ഞാല് എല്ലാരും പേടിച്ച് വെറിച്ചാണ് അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത്. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബോസാണ്. മാത്രമല്ല ഇവൾ ഇവിടെ ഓവർ ടൈം പണിയെടുക്കാതെയാണ് പാർട്ട് ടൈം ആയിട്ട് മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. സോ അതൊക്കെ ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ബോസ് വന്ന ഉടനെ തന്നെ ഇവർക്ക് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ പോലും ഇവള് ഫുള്ള് ഇവനെയാണ് ശ്രദ്ധിക്കുന്നത്. കാട്ടുമൃഗത്തിന്റെ സ്വഭാവമുള്ള ഇയാൾക്ക് എങ്ങനെയാണ് ഒരാളോട് ക്രഷ് തോന്നിയത് എന്നാണ് ഇവളുടെ ചിന്ത. ഇവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുന്ന സമയത്ത് അവനും ഇവളെ നോക്കുമ്പോൾ ഇവള് പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. എങ്കിലും ഇവളുടെ ബോസിന്റെ ക്രഷ് ആരായിരിക്കും എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം ഇവള് അവനിക്ക് മെസ്സേജ് അയക്കുന്നു. സർ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാനാണ് നിങ്ങളുടെ മാച്ച് മേക്കർ. ഞാനാണ് ഇനി നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവനും ഓക്കെ, എനിക്ക് എന്തായാലും 1 മാസം കൊണ്ട് തന്നെ ഇത് സെറ്റാക്കി കിട്ടണം എന്ന് പറയുമ്പോൾ ഇവള് എന്താ ധൃതി എന്ന് ചിന്തിച്ചിട്ട് ആ പെൺകുട്ടിക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സർ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവനാണെങ്കിൽ ഒരു ചെറിയ ബന്ധമുണ്ട്, ഞാൻ അവളുടെ ബോസ് ആണെന്ന് പറയുന്നു. എന്ത്, ഇയാളുടെ സ്റ്റാഫോ? അവരിൽ ഒരാൾ തന്നെയാണ് ഇവന്റെ ക്രഷ് എന്ന് പറഞ്ഞ ഇവള് നല്ല ത്രില്ലിലാവുന്നു. പണി കുറച്ചൊക്കെ എളുപ്പമാവുമല്ലോ. അങ്ങനെ ഇവള് വീണ്ടും അവനോട് ആ പെൺകുട്ടിയെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവനും അവളോ ഭയങ്കര ചീർഫുൾ ആണ്, എനർജറ്റിക് ആണ്, ആൻഡ് നല്ല ക്യൂട്ട് സ്മൈൽ ആണ് എന്നൊക്കെ വാരി വിതറുന്നു. ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവള് ഭയങ്കര അതിശയത്തിലാണ് അവനെ നോക്കുന്നത്. കാരണം അവൻ അവരുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബോസ് ആണല്ലോ. അതിനുശേഷം വീണ്ടും അവള് നല്ലതുപോലെ ജോലിയൊക്കെ എടുക്കും. പക്ഷെ ഓവർ ടൈം ഒന്നും വർക്ക് ചെയ്യില്ല. പെട്ടെന്ന് വീട്ടിൽ പോക്കളയും. മാത്രമല്ല എപ്പോഴും ഒരു ഹെൽത്തി ഡ്രിങ്ക് ഒക്കെ കയ്യിൽ കൊണ്ടെടുക്കുന്നതാണ്. ഹെൽത്തിനെ കുറിച്ചൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണെന്ന് പറയുമ്പോൾ ഇവളുടെ കൺമുന്നിലിരിക്കുന്ന ഒരു ബോട്ടിൽ ശ്രദ്ധിക്കുന്നു. ഇവളാണെങ്കിൽ എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കുടിക്കുന്ന ശീലമുള്ള ആളാണ്. ഇയാള് പറയുന്നത് തന്നെ കുറിച്ചല്ലേ, ഞാനാണോ ഇയാളുടെ ക്രഷ് എന്ന് ഇവള് ചിന്തിക്കുന്നു. എങ്കിൽ പിന്നെ വലിയൊരു പണി തന്നെയാണല്ലോ ഇവൾക്ക് കിട്ടിയത്. അവളെ തന്നെയാണ് ഇയാൾക്ക് സെറ്റാക്കി കൊടുക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് തല പുകഞ്ഞ് ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇവളുടെ സീറ്റിൽ വന്നിരിക്കുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ഉണ്ട് അവിടെ. അവളുടെ പേര് മിങ് എന്നാണ്. അവളുടെ കയ്യിലും ഇവളെ കുടിക്കുന്ന അതേപോലത്തെ ഒരു ഡ്രിങ്ക് ഇവള് ശ്രദ്ധിക്കുന്നു. ഇത് നിന്റേലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിങ്ങും എന്റേലും മാത്രമല്ല അതെ അവന്റേലും ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു സ്റ്റാഫിന്റെയിലൂടെ ആ ഒരു ഡ്രിങ്ക് ഇരിക്കുന്നത് കാണിക്കുന്നു. അതൊരു പുരുഷനാണ്. എന്തായാലും ഞാൻ മാത്രമല്ല അപ്പൊ ഇത് കുടിക്കുന്നത്, അപ്പൊ പിന്നെ ഞാനായിരിക്കില്ല അയാളുടെ ക്രഷ് എന്ന് ഉറപ്പിച്ച് ഇവൾക്ക് കുറച്ച് ആശ്വാസമാവുന്നു. ഇവര് 3 പേരിൽ നിന്ന് ഇനി അത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് തന്നെ ഇവള് തീരുമാനിക്കുന്നു. അതിനായിട്ട് ഇവള് അന്ന് ജോലി കഴിഞ്ഞിറങ്ങി എനിക്ക് മെസ്സേജ് അയച്ച് സർ നിങ്ങൾ സ്നേഹിക്കുന്നത് ആണിനെയാണോ പെണ്ണിനെയാണോ എന്ന് ചോദിക്കുന്നു. കാലം അതാണല്ലോ. അപ്പൊ അവനാണെങ്കിൽ എന്താ സംശയം, പെണ്ണ് തന്നെയാണ്. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ഓടിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇവള് അയ്യോ സർ ചതിക്കല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ചോദിച്ചതാണെന്ന് പറയുന്നു. അപ്പോ ആ ഒരു പുരുഷൻ ഇവളുടെ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി. ഇനി ഇവളും ഇവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള മിങ്ങും മാത്രം. അതിൽ നിന്ന് ഇനി അവൾക്ക് അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോ ഇവൻ അവളോട് നിങ്ങൾ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഒരു നടപടി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇവൾ അവനോട് നിങ്ങൾ ആ പെൺകുട്ടിയെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ സെറ്റാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ അവനും ഓക്കെ എന്ന് പറയുന്നു. ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് വെച്ച് അത് ആരാണെന്ന് ഇവൾക്ക് കണ്ടുപിടിക്കാലോ. അങ്ങനെ ഇവളെ പിറ്റേന്ന് തൊഴുതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഗിഫ്റ്റ് എനിക്കൊന്നും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ ഇവൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ മിങ് അങ്ങോട്ടേക്ക് ഓടി വന്ന എടി നീ അറിഞ്ഞോ ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ ബോസ് ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്, വാ നമുക്ക് പോയി വാങ്ങാമെന്ന് പറഞ്ഞ് ഇവളെ വിളിക്കുന്നു. എന്റെ ഈശ്വര, ഞാൻ ഒരു പെണ്ണിനെ കൊടുക്കാൻ വന്നപ്പോൾ ഇയാൾ ഇവിടുത്തെ എല്ലാ പെണ്ണുങ്ങൾക്കും അത് വിളമ്പിയോ, ഇനി അത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ അവനെ പ്രാവിക്കൊണ്ട് ഇവളും ആ ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോകുന്നു. അപ്പൊ മിങ്ങിന് ആ ഒരു ഗിഫ്റ്റ് കിട്ടി. ലീച്ചങ് അത് വാങ്ങാനായിട്ട് പോകുമ്പോൾ ഇവളുടെ പേര് ആ ലിസ്റ്റിലില്ലെന്ന് അവന്റെ സെക്രട്ടറി പറയുന്നു. ഇവള് ആദ്യം ഒന്ന് പതറുന്നുണ്ടെങ്കിലും ലിസ്റ്റിൽ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് അയാളെ എന്റെ കാര്യം ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇവള് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും സോങ് അങ്ങോട്ടേക്ക് ഒരു ലോഡ് സാധനങ്ങളുമായിട്ട് എത്തുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം മേക്കപ്പ് സാധനങ്ങളായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. പക്ഷെ ഇപ്പൊ ഇവന്റെ കയ്യിൽ മേക്കപ്പ് സാധനങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ജുവലറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവളുടെ അടുത്തേക്കാണ് അവൻ വരുന്നത്. അവളുടെ കൂടെ തന്നെ മിങ്ങുണ്ട്. ഇവള് നല്ലതുപോലെ ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ആ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഇവൾക്കാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അവളുടെ എല്ലാ പ്രതീക്ഷയും അവസാനിക്കുന്നു. അവന്റെ ക്രഷ് മറ്റാരുമല്ല നമ്മുടെ ലീ ചെങ് തന്നെയാണ്. അവൾ ആ ഒരു ഗിഫ്റ്റ് അവന്റെ എങ്ങനെയൊക്കെയോ മടിച്ചു വാങ്ങുന്നു.
ഇപ്പൊ അവള് ഫുള്ള് ഷോക്ക് ആയിട്ടിരിക്കാണ്. അപ്പൊ അവനാണെങ്കിൽ അവന്റെ മാച്ച് മേക്കറിന് മെസ്സേജ് അയച്ചിട്ട് ഞാൻ പുള്ളിക്കാരിക്ക് ആ ഗിഫ്റ്റ് കൊടുത്തിട്ടോ, പുള്ളിക്കാരി നല്ലതുപോലെ തന്നെ സർപ്രൈസ് ആയി എന്ന് പറയുന്നു. അതെ അതെ, ഞാൻ നല്ലോണം തന്നെ സർപ്രൈസ് ആയിട്ടുണ്ടെന്ന് ഇവളും മനസ്സിൽ പറയുന്നു. അത് അവള് തന്നെയാണെന്ന് കൺഫേം ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെ അവനെ പിന്തിരിപ്പിക്കാനായിട്ട് ഇവള്, സർ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടി നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് തോന്നുന്നത്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ നോക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ, അവൾക്ക് എന്താ കുഴപ്പം, എനിക്ക് അവളെ തന്നെ മതി എന്ന് പറഞ്ഞ് അവൻ അതിന് പിന്മാറാൻ തയ്യാറാവുന്നില്ല. എങ്കിലും ഇവള് വിട്ടുകൊടുക്കാതെ അവളോടുള്ള അവന്റെ ആ ഒരു ഇഷ്ടം കുറയ്ക്കാനായിട്ട് തന്നെ തീരുമാനിച്ച് കുറച്ച് അലമ്പാവാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അവന്റെ മുന്നിൽ പോയി കുറച്ച് കോപ്രായങ്ങളൊക്കെ ഇവള് കാട്ടിക്കൂട്ടുന്നുണ്ട്. കുറച്ച് കൊഞ്ചലും കുട്ടിക്കളയും അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ ഇവൾ അവിടെ ചെന്ന് കാണിക്കുന്നു. അവൻ അതൊക്കെ കാണുമ്പോൾ ഇവളെ കളഞ്ഞിട്ട് പോകുമെന്നാണ് ഇവള് ചിന്തിക്കുന്നത്. പക്ഷെ അവനാണെങ്കിൽ അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം അവന്റെ മാച്ച് മേക്കറിന് ആ പെൺകുട്ടി എന്ത് ക്യൂട്ടാണ്, എന്ത് റൊമാൻറ്റിക് ആണ്, ഞാൻ ഇപ്പൊ തന്നെ അവളോട് പോയി ഇഷ്ടം പറയാൻ പോവുകയാണെന്ന് പറയുന്നു. ഇവളാണെങ്കിൽ മൊത്തത്തിൽ പെട്ട ഒരു അവസ്ഥയിലാവുന്നു. അവനെ വെറുപ്പിക്കാനായിട്ടാണല്ലോ അവൾ അങ്ങനെ കാട്ടിക്കൂട്ടിയത്. പക്ഷെ അതും ചീറ്റി. എങ്കിലും ഇവള് വിട്ടുകൊടുക്കാതെ, സർ നിങ്ങളൊരു കോടീശ്വരനും അവളൊരു പാവപ്പെട്ടവളും അല്ലേ, അതുകൊണ്ട് നിങ്ങളതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നില്ല ഇത് വിജയിപ്പിക്കാൻ സാധിക്കുന്ന, അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോജക്റ്റ് പിൻവലിക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും നാളെ നിങ്ങൾ എന്നോടൊപ്പം സഹകരിച്ചതിന് നന്ദി എന്ന് പറയുമ്പോൾ അവനും, ഓ ശരി അങ്ങനെയാണോ, എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് അവനും പറയുന്നു. അതിനുശേഷം അവനാണെങ്കിൽ നേരെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇവളെ ഒന്ന് നോക്കിയിട്ടാണ് അവൻ പോകുന്നത്. എന്തായാലും അയാൾ പിന്മാറിയല്ലോ എന്ന് വിചാരിച്ച് ഇവള് ഭയങ്കര ഹാപ്പി ആവുന്നു. പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവളുടെ മറ്റേ മാനേജർ വിളിച്ച്, ദേ നിന്റെ ക്ലയന്റ് ആയിട്ടുള്ള മിസ്റ്റർ സോങ് ഇവിടെ വന്നിരിപ്പുണ്ട്, നീ ഇതിന് അദ്ദേഹത്തിന്റെ കേസ് ഒഴിവാക്കിയത്, വന്ന് എന്താണെന്ന് വെച്ചാൽ പറയും, അദ്ദേഹം നമ്മുടെ പേരൊക്കെ കേസ് എടുക്കാൻ പോകുന്ന പറയുന്നത്. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയുന്നു. എന്ത് കേസോ? 8ന്റെ പണി തന്നെ ഇവൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൾ ആദ്യം താൻ എന്ത് വന്നാലും അങ്ങോട്ട് പോവില്ല എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് ചെന്ന് മറുപടി കൊടുത്തില്ലെങ്കിൽ അയാൾ വല്ല കേസെങ്ങാനും കൊടുത്താലോ ഇവളുടെ എല്ലാ മുഖംമൂടിയും അഴിഞ്ഞു വീഴും. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവള് ഫുള്ള് കവർ ചെയ്ത്, എന്തിനു പറയുന്നത്, ശബ്ദം പോലും കുരുമുളകൊക്കെ ചേർത്ത് ഒരു വെള്ളം എടുത്ത് കുടിച്ച് മാറ്റിയിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവനിക്കും അവളെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. അതിനുശേഷം സോങ് ഇവരോട് തന്നെ ചീറ്റ് ചെയ്തതിന് കേസ് ഫയൽ ചെയ്യാൻ പോവാണ്. നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾ എനിക്ക് 5 മില്യൺ തരേണ്ടി വരുമെന്ന് പറയുന്നു. അത് കേട്ട് ഇവര് രണ്ടുപേരും ഷോക്കാവുന്നു. 5 മില്യണോ? അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ സർ, ഇതെന്തായാലും ഞങ്ങൾ തന്നെ ഒത്തുറപ്പാക്കി തരും എന്ന് പറഞ്ഞ് അവസാനം കാല് പിടിച്ച് കേസ് കൊടുക്കരുത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് സെറ്റാക്കി തരാം, 1 മാസത്തെ സമയമെങ്കിലും തരണം എന്ന് പറയുമ്പോൾ അവന്റെ വക്കീലും, ശരി കറക്റ്റ് 1 മാസത്തെ സമയം തരും, അപ്പോഴും ഇത് നടപടി ആയില്ലെങ്കിൽ നിങ്ങൾ ഈ തുക പേ ചെയ്യാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ മാനേജർ ആണെങ്കിൽ അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അയാളെ കൂടെ പോയി സോപ്പിട് എന്ന് പറഞ്ഞ് ഇവളെ പിടിച്ച് തള്ളുന്ന വഴിക്ക് ഇവള് വീഴാനായിട്ട് പോകുന്ന സമയത്ത് അവന്റെ കൈകളിലേക്കാണ് ഇവളെ വെട്ടുന്നത് ചെന്ന് വീഴുന്നത്. അപ്പൊ അവളുടെ കണ്ണ് കാണുന്ന സമയത്ത് എനിക്ക് നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നു. അപ്പോഴേക്കും അവളുടെ കമ്പനി ID കാർഡും താഴെ വീഴുന്നു. അതായത് ഇവളുടെ ഇവിടുത്തെ ID കാർഡ്, അതിൽ അവളുടെ ഫുൾ നെയിം ഉണ്ടല്ലോ. അവനത് വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. എങ്കിലും ഇവളുടെ കണ്ണ് കാണുമ്പോൾ ഇത് നീ അല്ലേ എന്ന് ചോദിക്കാൻ വരുമ്പോഴേക്കും അവള് പെട്ടെന്ന് അവളുടെ ആ ഒരു വൃത്തികെട്ട ശബ്ദം പുറത്തെടുത്ത് അവനെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ പൊക്കി പറയുന്നു. സർ നിങ്ങൾ കാണാൻ എന്ത് സുന്ദരഞ്ഞ, എന്ത് നല്ല മൂക്ക, എന്ത് നല്ല ചുണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വർണ്ണിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അവനിക്ക് ഇത് താൻ ഉദ്ദേശിച്ച ആളല്ല എന്ന് മനസ്സിലായി അവളെ കളഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവളും കഷ്ടിച്ച് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇവളുടെ കമ്പനിയിലേക്ക് ജോലിക്ക് വരുന്ന സമയത്ത് ബോസ് ഇവൾക്ക് തലേന്ന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണല്ലോ കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മറ്റ് സ്റ്റാഫുകളൊക്കെ കുറിച്ച് അസൂയയില്, ഓ ഇവൾക്കല്ലായിരുന്നു നല്ല ബോസ് നെക്ലസോ മാലയോ വളയോ ഒക്കെ കൊടുത്തത്, എന്ത് കണ്ടിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് ഇവളെ കുറച്ച് വാരുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര നാണക്കേടാവാണ്. ഇനി ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരും എന്തോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ആ കാര്യങ്ങൾ ഒന്നും തന്നെ സോങ്ങിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ പേര് ലയ എന്നാണ്. കാരണം ഇവൾക്ക് അവനിൽ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവള് ലീച്ചിങ്ങിനിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനായിട്ട് കുറച്ച് കള്ളക്കണക്കൊക്കെ കാണിച്ച് ഇവള് അവരുടെ ഓഫീസിൽ നിന്ന് ഒരുപാട് പൈസ അടിച്ചു മാറ്റി എന്ന രീതിയിൽ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇവളെ എല്ലാവരുടെ മുന്നിലും നാണം കെടുത്താനായിട്ട് ലയ ശ്രമിക്കുന്നു. ഇവള് പൈസ അടിച്ചു മാറ്റിയിട്ട് അത് തിരുത്തി എഴുതി എന്ന രീതിയിലും ലയ സംസാരിക്കുന്നു. ആദ്യം അതൊന്നും അവിടെയുള്ള സ്റ്റാഫ് വിശ്വസിക്കുന്നില്ല. ലീച്ചിങ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സെക്രട്ടറി പറയുന്നതിനോട് ഇവര് യോജിച്ചില്ലെങ്കിൽ ഇവരുടെ കൂടി ജോലി പോകും എന്ന് പറയുമ്പോൾ മാത്രമല്ല അങ്ങനത്തെ ഒരു തെളിവാണ് ആ ലയ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിങ്ങ ബാക്കി എല്ലാ സ്റ്റാഫും ഇവളെ തള്ളി പറയുന്നു. അപ്പോ ലീച്ചങ് അവരോട് നിന്റെയൊക്കെ കൂടെ 5 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യാം, എന്നിട്ട് ഇവർ പറയുന്നതാണോ നിനക്കൊക്കെ വിശ്വാസം വരുന്നത് എന്ന് ഇവൾ അവരോട് ചോദിക്കുന്നു. തെളിവെല്ലാം നിനക്കെതിരല്ലേ, അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അവരും ചോദിക്കുന്നു. അപ്പോ ലയ ഇവളോട് നിനക്ക് ജയിലിൽ പോവാണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഇവിടുന്ന് രാജിവെച്ച് ഇറങ്ങി പോകാനായിട്ട് പറയുന്നു. പക്ഷെ ലീച്ചങ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയും പോവില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നു. സോങ് അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇവളുടെ ഒരു പ്ലാൻ നടപ്പിലാക്കിയില്ല എങ്കിൽ പിന്നെ ലീച്ചിങ്ങിനെ അവിടെ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലയ പെട്ടെന്ന് സെക്യൂരിറ്റി വിളിപ്പിച്ച് ലീച്ചിങ്ങിനെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് നോക്കുന്നു. പക്ഷെ അപ്പോഴും അവൾ അവിടെ നിന്ന് പോവാൻ തയ്യാറാവാതെ നിൽക്കുമ്പോൾ ലയ, ഓ നിനക്ക് ഇവിടെ നിന്ന് ബോസിനെ കറക്കിയെടുക്കാനായിരിക്കും അല്ലേടി എന്ന് ചോദിച്ച് അവിടെ ഉണ്ടായിരുന്ന ചൂടുവെള്ളം എടുത്ത് ലീച്ചിങ്ങിന്റെ മുഖത്തേക്ക് അവൾ ഒഴിക്കാനായിട്ട് വരുന്നു.
എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് നമ്മുടെ സോങ് അങ്ങോട്ടേക്ക് എത്തി അവളുടെ ദേഹത്ത് ആ വെള്ളം വീഴാണ്ട് രക്ഷിക്കുന്നു. അവൻ ആ കുട എവിടെ നിന്നാണ് അവ കിട്ടിയത്, എന്തായാലും കുടയും കൊണ്ടുവന്ന് അവളെ രക്ഷപ്പെടുത്തുന്നു. അപ്പോ ലീച്ചങ് അത് കണ്ട് തന്നെ രക്ഷിച്ചതിന് അവനോട് താങ്ക്സ് പറയുന്നു. അപ്പോ സോങ് ലെയർ എടുത്ത് നീ ഇതെങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുന്നു. അവള് മറുപടി പറയാൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മിങ് ഇടയ്ക്ക് കയറി ബോസ് നിങ്ങളുടെ സെക്രട്ടറി പറയുന്നത് ലീച്ചങ് ഇവിടുത്തെ ഫണ്ട് എന്തോ തിരുമറി നടത്തി എന്ന് പറഞ്ഞ് ഏതോ ഒരു കള്ളക്കഥ കെട്ടിച്ചമച്ച് ലീച്ചങ്ങിനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നു. അപ്പോ സോങ് അത് കേട്ട് എന്ത് അങ്ങനെയാണെങ്കിൽ തന്നെ നിനക്ക് എന്റെ എംപ്ലോയീസിനെ പുറത്താക്കാൻ എന്ന അധികാരം ഞാൻ തന്നതെന്ന് ഇവൻ അവളോട് ചോദിക്കുന്നു. അപ്പോ ലയ അല്ല സർ ഇവളെ പൈസ അടിച്ചു മാറ്റിയതിന് എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ ലീച്ചങ് ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് പോലുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ സോങ് അവളോട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ലയക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. സർ ഞാൻ നിങ്ങളോടൊപ്പം എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാ, ഞാൻ പറയുന്നതാണോ ഇവള് പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഒരു കച്ചറുണ്ടാക്കാണ്. ഉടനെ തന്നെ സോങ് ഇവൾ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുക, ഇനി എന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഇവള് വേണ്ട എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്നു. ലയ ആണെങ്കിൽ അപ്പോ ഇത് എന്റെ തെറ്റല്ല ഇവളാണ് ആ തെറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനതൊന്നും കേൾക്കുന്നില്ല. അതിനുശേഷം സോങ് ആണെങ്കിൽ ഇവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ കൂടെയുള്ള അവിടുത്തെ ബാക്കി സ്റ്റാഫൊക്കെ ബോസിന് എന്തോ ഒരു താല്പര്യം ഇവളോടുണ്ടല്ലോ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പൊ ഇവളും അതൊക്കെ കേൾക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ അവന്റെ അടുത്ത് നിൽക്കാൻ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് മിങ്ങിനെ കൂടി അങ്ങോട്ട് കൂട്ടിനെ വിളിക്കുന്നു. അതിനുശേഷം ഇവളെ ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് അവൻ രക്ഷിച്ചത് കൊണ്ട് തന്നെ അവനിക്ക് താങ്ക്സ് പറഞ്ഞിട്ട് സർ ഇനി ഞങ്ങൾ നല്ലതുപോലെ തന്നെ ഈ കമ്പനിക്ക് വേണ്ടി ജോലി എടുക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവനാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഇവൾ എന്താ എന്നോട് അടുക്കാത്തത് എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. അവനിക്ക് ചെറിയ നിരാശയുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവളുടെ ആ ഓഫീസ് മൊത്തം ഇപ്പോ ഇവളും ബോസും തമ്മിൽ എന്തോ ലവ് ആണ് എന്ന രീതിയിൽ സംസാരിക്കാനും നോക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇവള് അവർക്കൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു. നോക്കൂ ഞാനിവിടെ 5 വർഷമായിട്ട് ജോലി എടുക്കാം, അതുകൊണ്ട് തന്നെ അയാളെ പോലുള്ള ഒരു കാണ്ടാമൃഗത്തെ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല അയാൾ എന്നെ സ്നേഹിക്കോ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മിങ് എങ്കിൽ പിന്നെ നിനക്ക് തന്നെ അതേ സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നത് എന്ന് ചോദിക്കുന്നു. ഇവളാണെങ്കിൽ അപ്പൊ മറുപടി ഇല്ലാതെ ഒന്ന് ചുറ്റുന്നുണ്ട്. എങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള ഫീലിംഗ്സും അയാളോടില്ല. ഞാൻ ജീവിതത്തിൽ അയാളെ സ്നേഹിക്കാനും പോകുന്നില്ല. എനിക്ക് എന്നും എന്നോട് മാത്രമേ ഇഷ്ടമുള്ളൂ. അയാൾ ഇനി എത്ര കോടീശ്വരനാണെങ്കിലും ഞാൻ അയാളുടെ പിറക്കെന്നും പോകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞോട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സോങ് ഇവളുടെ പുറകിലേക്ക് വരുന്നു. അവനാണെങ്കിൽ ഇവള് പറഞ്ഞത് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കാണ്. അപ്പൊ ഉടനെ തന്നെ അവൻ മറ്റു സ്റ്റാഫിനോടൊക്കെ ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞ കൈ കാണിക്കുന്നു. നിങ്ങളൊക്കെ എന്തിനാ ഇറങ്ങി പോകുന്നത്, ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവള് തിരിയുമ്പോഴാണ് അവിടെ സോങ്ങിനെ കാണുന്നത്. ഉടനെ തന്നെ ദൈവമേ എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവരാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇവളോട് ഞാൻ ഇത്രയും അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ എന്താ നിന്നോട് ചെയ്തതെന്ന് ചോദിക്കുന്നു. ഇയാളിനി എന്നെ പ്രപ്പോസ് ചെയ്യാൻ വല്ലതും പോവുകയാണോ എന്ന് വിചാരിച്ച് ഇവൾ പെട്ടെന്ന് ബോസ് ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് എടുക്കണം, ഞാൻ വെറുതെ പറഞ്ഞു, അത് ഞാൻ വേറെ ആരെയോ കുറിച്ച് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവള് അന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ സോങ്ങിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. അദ്ദേഹം എന്ത് കെയറോടെ അതിനോട് പെരുമാറുന്നത്, എന്നെ എന്ത് ഇഷ്ടമായിരിക്കും എന്നൊക്കെ ഇവള് ചിന്തിക്കുന്നു. പക്ഷെ അവള് പെട്ടെന്ന് തന്നെ വിടുവിടും നീ അതിന്റെ പിറക്കൊന്നും പോലെ എന്ന് പറഞ്ഞ് സ്വയം അവള് കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ അവനാണെങ്കിൽ ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അവന്റെ മാച്ച് മേക്കർ ആണല്ലോ ഇവള്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, 3 ദിവസമായി ഒരു നടപടി ആവുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവൾ അവനോട് സർ നിങ്ങൾ സ്ട്രേഞ്ചേഴ്സ് അല്ലേ, ഇത്ര പെട്ടെന്ന് ഇത് സെറ്റ് ആക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സ് എന്നല്ല പരസ്പരം അറിയാം, പക്ഷെ എനിക്ക് ആളെ ഇഷ്ടമാണ് അവർക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഇവള് ഇയാളെ കൊണ്ട് തോറ്റല്ലോ എന്ന രീതിയിൽ വട്ടുപിടിച്ച് പിന്നെ അവൾ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവള് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അവൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ടേക്ക് സോങ് വരുന്നു. എന്നിട്ട് അവളോട് എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ, ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് എത്തിയതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് മനസ്സിലാവുന്നു അവൻ ഇവളെ വളയ്ക്കാനായിട്ട് തന്നെ കൂടെ കൂടിയതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവൾ അവനോട് ഞാൻ പോയി ബില്ലടിക്കട്ടെ നിങ്ങളെ മനസ്സമാധാനമായിട്ട് സാധനം എടുക്കുക എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇവനും അവളുടെ പിറകെ തന്നെ ഏതോ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ബില്ല് എടുക്കാനായിട്ട് ചെല്ലുന്നു. അതിനുശേഷം ഇവൻ തന്നെ അവളുടെയും കൂടി ബില്ല് പേ ചെയ്യുന്നു. എന്നിട്ട് അവളെയും വലിച്ചെടുത്ത് വെളിയിലേക്ക് വരുന്നു. അപ്പൊ ഇവൻ അവിടെ പേ ചെയ്ത പൈസ ഇവള് തിരിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, എനിക്ക് നീ അതിന് പകരമായിട്ട് ഡിന്നർ വാങ്ങിച്ചു തന്നാ മതി എന്ന് പറയുന്നു. അവളോടൊപ്പം കുറച്ച് സമയം കൂടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ അവർ പോവാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് മഴ പെയ്യുന്നു. അയ്യോ ഇതൊന്നും ഇത്ര പെട്ടെന്ന് മഴ പെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അവൻ അവളോട് നിന്റെ വീട് അടുത്തല്ലേ നമുക്ക് അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇവളത് കേട്ടൊന്ന് ഞെട്ടുന്നു. എങ്കിലും എങ്ങനെയൊക്കെയോ മഴ നനഞ്ഞ് അവര് അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷം അവൾ അവളുടെ ഡ്രസ്സ് മാറ്റാനായിട്ട് അകത്തേക്ക് പോകുന്നു. അപ്പൊ ഇവൻ അവിടെ ഇരുന്ന് അവന്റെ മാച്ച് മേക്കറിന് മെസ്സേജ് അയച്ച് ഞാനിപ്പോ അവളുടെ വീട്ടിലാണുള്ളത്, എന്താ അടുത്ത് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഉത്തരവില്ലാണ്ടായി പോവാണ്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തൊക്കെ ഐഡിയകൾ ഉണ്ടായിരുന്നു, ഇതിപ്പോ ഞാൻ എങ്ങനെയാ എനിക്ക് വേണ്ടി തന്നെ ഇയാളോട് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മെസ്സേജിന് ഇവള് വലുതായിട്ട് റിപ്ലൈ കൊടുക്കാൻ പോകുന്നില്ല. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ എല്ലാ കാര്യവും ചെയ്തു തരാന്ന്, കോടതിയിൽ പോകണ്ടെന്നൊക്കെ, ഇനിയിപ്പോ എന്താണ് ഞാൻ കോടതിയിൽ പോകാൻ പോവാ എന്ന് പറയുമ്പോൾ ഇവള് എന്റെ ഈശ്വര ഞാൻ ഇനി എന്താ ചെയ്യാ. അതുകൊണ്ട് തന്നെ ഇവൾ അവനിക്കിട്ട് ഒരു പണിയെടുക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങൾക്ക് അഡ്വൈസ് അല്ലേ വേണ്ടത്, ഞാൻ തരാം എന്ന് പറഞ്ഞ് ഇവൾ അവനോട് നിങ്ങൾ ഒന്ന് പോയി കുളിച്ച് ഒരു ടവല് മാത്രം എടുത്ത് പുറത്ത് വന്നാൽ മതി എന്ന് പറയുന്നു. അപ്പൊ ഇവൻ അങ്ങനെ ചെയ്താലോ അവള് വീഴോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും
പെൺകുട്ടികളൊക്കെ അങ്ങനെയല്ലേ സർ, അങ്ങനെ ചെയ്താൽ അവര് ഒരിക്കലും നോ പറയില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവളാണെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും ഇത് ചെയ്യാൻ പോകുന്നില്ല. ഒരു ഷർട്ടിന്റെ ബട്ടൺസ് പോലും നിങ്ങൾ അഴിച്ചിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവള് അവന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അവനക്ക് ഇടാനുള്ള പുതിയ ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇവനാണെങ്കിൽ കുളിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുന്നതാണ് ഇവള് കാണുന്നത്. ഇവളുടെ കൺട്രോൾ തന്നെ ഒരു നിമിഷം പോവാണ്. അപ്പോ അവനവളോട് മഴ നനഞ്ഞതല്ലേ, കുളിച്ചില്ലെങ്കിൽ എനിക്ക് പനി പിടിക്കും, അതുകൊണ്ട് കുളിച്ചതെന്ന് പറയുന്നു. ഒരു മാച്ച് മേക്കർ പറഞ്ഞു കൊടുത്ത കാര്യം ഇയാൾ എന്തിനാ ഇത്രയും അനുസരിക്കുന്നേ എന്ന് ചോദിച്ചിട്ട്, ഇനി ഞാൻ പറഞ്ഞു കൊടുത്തത് പൊട്ടത്തരാണെന്ന് വിചാരിക്കേണ്ട, അയാൾക്കൊരു കോംപ്ലിമെന്റ് കൊടുത്തേക്കാം എന്ന് കരുതി ഇവൾ അവനോട് എനിക്കിങ്ങനെ മഴ നനഞ്ഞിട്ട് കുളിക്കുന്ന ബോയ്സിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അപ്പോ ഇവൻ അത് കേട്ട് നല്ല ഇംപ്രസ് ആവുന്നു. എന്നിട്ട് അവന്റെ മാച്ച് മേക്കറിന് മെസ്സേജ് അയച്ച് നിങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്, അവൾക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു. അവൻ ഇവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി ഇവള് അവനോട് നിങ്ങൾക്ക് എന്താണ് അവളെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് ചോദിക്കുന്നു. അപ്പോ ഇവനൊരു കാര്യം ഓർക്കുന്നു. അതായത് ഇവന്റെ ചെറുതിലെ ഒരു ദിവസം കുറച്ച് പിള്ളേര് ഇവനെ കാണാൻ കൊള്ളില്ല, അഗ്ലി ലുക്കാണ്, തടീരാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിയായിരുന്നു അവിടെ എത്തി അവനെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അവൻ ഇന്നും ഇവളെ ഇഷ്ടപ്പെടുന്നത്. അവൻ ആ കാര്യങ്ങളൊന്നും ഇവളോട് ഇപ്പൊ പറയുന്നില്ലെങ്കിലും അവള് എന്റെ മൂൺലൈറ്റ് ആണെന്ന് ഇവളോട് പറയുന്നു. പക്ഷെ ഇവൾക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് മാച്ച് മേക്കറിനോട് ചോദിക്കുമ്പോൾ ഇവള് ആദ്യം ഒന്നും പറയാൻ തയ്യാറാവുന്നില്ലെങ്കിലും പറഞ്ഞു തന്നില്ലെങ്കിൽ വീണ്ടും അവൻ കേസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇവള് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അവള് അതേപോലെ തന്നെ അവൻ ഇറങ്ങാൻ തുടങ്ങാണ് എന്ന് പറയുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊണ്ട് ചെന്ന് അവനിക്ക് കൊടുക്കുന്നു. അവൻ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നു. എന്നിട്ട് അവനോട് നിങ്ങൾക്ക് കുടിക്കാനൊന്നും തന്നില്ലല്ലോ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവന്റെ മാച്ച് മേക്കറിന് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ കഴിവ് അപാരം തന്നെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നു എന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഇവള് ഇതൊക്കെ എന്ത്, ഇത് രണ്ടും ഞാൻ തന്നെയാണെന്ന് ഈ പൊട്ടം മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് ഇവളുടെ മനസ്സിൽ. എങ്കിലും അവൾക്കൊരു ഇഷ്ടമൊക്കെ ഇവനോട് തോന്നുന്നുണ്ട്. കാരണം ഓരോ കാര്യങ്ങളും അവൻ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് ഇവളോട് പറയുന്നത്. അതിനുശേഷം ഇവൾ അവനിക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവനാണെങ്കിൽ അവന്റെ മാച്ച് മേക്കറിന് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇവൻ ഇവിടെ ഇരുത്തിയാലും ശരിയാവില്ല എന്ന് മനസ്സിലാക്കി മഴ തീർന്നു ബോസ് എന്ന് പറയുമ്പോൾ അവനും ശരി എങ്കില് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോവാനായിട്ട് തുടങ്ങുമ്പോൾ അവൻ അവിടെയുള്ള ഡെസ്കിൽ തട്ടി വീഴാനായിട്ട് പോവാൻ തുടങ്ങുന്നു. പെട്ടെന്ന് തന്നെ ഇവൾ അവനെ പിടിച്ചു നിർത്തുന്ന വഴിക്ക് ബാലൻസ് പോയി ഇവര് രണ്ടുപേരും കൂടി സോഫയിലേക്ക് വീഴുന്നു. അവനാണെങ്കിൽ അപ്പൊ അവളെ കിസ്സും ചെയ്യുന്നു. സംഭവിച്ചു പോയതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ അവൻ എഴുന്നേറ്റ് മാറുമ്പോൾ ഇവൾക്ക് അവനെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി കാരണം ഓടി അകത്തേക്ക് കയറി പോകുന്നു. അവനൊക്കെയാണെങ്കിൽ അവൻ അവളെ കിസ് ചെയ്ത കാര്യം വിശ്വസിക്കാനേ വയ്യ. അവൻ പെട്ടെന്ന് തന്നെ മാച്ച് മേക്കറിന് മെസ്സേജ് അയച്ചു ഞങ്ങളിപ്പോ കിസ് ചെയ്തു. പക്ഷെ അവള് പെട്ടെന്ന് തന്നെ നാണം കൊണ്ട് അകത്തൊരു പോയി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ ഇവളുടെ ഫോൺ ആണെങ്കിൽ അവന്റെ തൊട്ട് മുന്നിലാണുള്ളത്. അവളാണെങ്കിൽ അകത്തു നിന്ന് അത് കാണുകയും ചെയ്യുന്നു. ഇവരെന്താ റിപ്ലൈ തരാത്തത് എന്ന് പറഞ്ഞ് അവന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ അവരെ കോൾ ചെയ്ത് നോക്കുന്നു. ഇവളുടെ ഫോൺ അവിടെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവന്റെ അടുത്തേക്ക് വന്ന് കുറച്ച് റൊമാൻറ്റിക് ലുക്കിലൊക്കെ നോക്കിയിട്ട് പോസ് നിങ്ങളുടെ പൂച്ചയുടെ ശബ്ദം കേട്ടോ എന്ന് ചോദിച്ച് അവളുടെ ഫോൺ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആക്കുന്നു. ഇവളിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പെട്ടെന്ന് അവനിക്ക് എന്തോ പോലെ നാണം വന്ന് അവൻ അവിടെ നിന്ന് ഞാൻ പോവാണ്, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നു. അവനെ ഓടിക്കാൻ വേണ്ടി തന്നെയാണ് അവൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഇവൻ ഓഫീസിലായിരിക്കുന്ന സമയത്ത് അവന്റെ മാച്ച് മേക്കറിനെ മെസ്സേജ് അയച്ചിട്ട് ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒന്ന് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അവളെ ഒന്ന് ഡിന്നറിന് ക്ഷണിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ അവനോട് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, അത്രയും വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾ വളർന്നോ എന്ന് ചോദിക്കുമ്പോൾ ശരി എങ്കിൽ പിന്നെ ഞാൻ എന്റെ വക്കീലിനെ കൊണ്ട് നിങ്ങളെ വിളിപ്പിക്കുമെന്ന് ഇവൻ പറയുമ്പോൾ ശരിയാണ് സർ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്, നിങ്ങൾ അവൾക്കൊരു ഡിന്നർ കൊടുക്കുന്നത് നല്ലതായിരിക്കും, തീർച്ചയായും അവള് എസ് പറയുമെന്ന് പറയുന്നു. ഇവൾക്കാണെങ്കിൽ അവനെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അത് മുടക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അവനാണെങ്കിൽ വക്കീലിന്റെ കാര്യം പറഞ്ഞ് ഇവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ മറ്റേ കമ്പനിയിലെ ബോസ് വിളിച്ച് ഞാൻ ഇന്ന് എല്ലാവർക്കും ഒരു ട്രീറ്റ് കൊടുക്കുന്നുണ്ട്, നീയും വാ നമുക്ക് പോയി പുതിയ കുറച്ച് ഡിഷൊക്കെ ട്രൈ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവൾക്ക് പോവാൻ പറ്റില്ലല്ലോ. ഇവള് തന്നെ അവനിക്ക് പറഞ്ഞു കൊടുത്ത ഐഡിയ ആണല്ലോ. ഇവളുടെ കൂടെ പോയില്ലെങ്കിൽ എന്തായാലും അവന്റെ മാച്ച് മേക്കറിനെ ചീത്ത വിളിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ഇവൾക്ക് പോയേ പറ്റൂ. സോ ഇവള് കരഞ്ഞുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ, എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ അന്നത്തെ അവളുടെ ജോലി കഴിഞ്ഞ് അവളെ വീട്ടിൽ പോലും പോകാൻ പറ്റാതെ ഇരിക്കുകയാണ്. അവൻ ഡിന്നറിനെ വിളിക്കുന്ന സമയത്ത് കൂടെ പോകണമല്ലോ. അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോൾ ഇവൻ വന്ന് അവളെ മടിച്ച് ഡിന്നറിന് ക്ഷണിക്കുന്നു. അവള് വരോ ഇല്ലയോ എന്നാണ് ഇവന്റെ ഒരു പേടി. പക്ഷെ അവളാണെങ്കിൽ ചാടിക്കറി പിന്നെന്താ വരൂ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവനോടൊപ്പം പോകുന്നു. ഇവള് ഞാൻ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ഇവനിക്ക് തോന്നുന്നു. അവൾ അങ്ങനെയാണല്ലോ ചാടി ഇറങ്ങിയത്. അങ്ങനെ അവര് ഒരു റെസ്റ്റോറന്റിലെത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ അവൻ ഒരുപാട് ഡിഷൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുന്നു. അവൾക്കത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് അങ്ങോട്ടേക്ക് ഇവളുടെ മറ്റേ കമ്പനിയിലെ മാനേജറും ബാക്കി സ്റ്റാഫും കൂടി എത്തുന്നു. അവരും അവിടെയാണ് ഡിന്നറിനായിട്ട് എത്തിയിരിക്കുന്നത്. അവര് വരുമ്പോ തന്നെ ഇവളെ കാണുകയും ചെയ്യുന്നു. അല്ല ലീച്ചങ്, നീ ഞങ്ങളോടൊപ്പം ഡിന്നറിന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓ മിസ്റ്റർ സോങ്ങിനോടൊപ്പം ഡിന്നറിന് വരാനായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ ഒന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവള് കണ്ണും കൈയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവര് വള സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോ ഇവര് പരിചയമുള്ളതുപോലെ സംസാരിക്കുന്നത് കണ്ട് സോങ് അവരോട് നിങ്ങൾക്ക് തമ്മിൽ അറിയാമോ എന്ന് ചോദിക്കുന്നു. പിന്നല്ലാണ്ട് ഞാൻ ഇവളുടെ ബോസ് അല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരും തന്നെ ആയിരുന്നു അന്ന് നിങ്ങൾ കേസ് എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞ സമയത്ത് അത് തടഞ്ഞത്. അന്ന് ഇവളെ എന്തോ പനി പിടിച്ച് ഫുള്ള് കവർ ചെയ്ത് വന്നതായിരുന്നു എന്ന് പറയുമ്പോൾ ഇവൻ അത് കേട്ട് നല്ല ഷോക്ക് ആവുന്നു. എന്ത് അവളായിരുന്നോ ഇതെന്ന് ചോദിക്കുന്നു. അപ്പോ ഇവള് തന്നെ ആയിരുന്നോ എന്റെ മാഷ് മേക്കർ ഒന്നും ഇവൻ ഭയങ്കര അതിശയത്തിൽ അവരോട് ചോദിക്കുമ്പോ ഇവളാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കാണ്. അവളുടെ കയ്യിൽ നിന്നെല്ലാം പോയല്ലോ. അപ്പോ ഇവരവനോട് സാർ എന്താ തമാശ പറയാനോ, ലീച്ചിങ് തന്നെയാ നിങ്ങളുടെ മാഷ് മേക്കർ എന്ന് പറയുന്നു. നല്ല കഴിവുള്ള കുട്ടിയാ, ഒരു ഗോൾഡ് മെഡലിന് വരെ അർഹതപ്പെട്ട കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഇവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അവള് ഒന്ന് എഴുന്നേറ്റ് ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. നല്ല പേടിച്ചാണ് ഇരിക്കുന്നത്. അവനോട് ഒരു വലിയ ചതിയാണല്ലോ ഇവള് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇയാൾ എന്നെ കൊല്ലാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിച്ചാണ് ഇവൾ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവളുടെ മാനേജർ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവർ ഇവളോട് ഞാൻ നിന്റെ റൂട്ടിലൂടെയാ പോകുന്നത്, നീ വരുന്നോ എന്ന് ചോദിച്ച് ഇവളെ വിളിക്കുന്നു. ഇവളും കിട്ടിയ അവസരമല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വേണ്ട, ഞാനും അങ്ങോട്ട് തന്നെയാ പോകുന്നത്, നിങ്ങൾ പൊക്കോ, ഞാൻ ഇവളെ കൊണ്ടുവിട്ടാലോ എന്ന് പറഞ്ഞ് സോങ് അവളെ വിടുന്നില്ല. അതിനുശേഷം അവൻ തന്നെ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോ അവനാണെങ്കിൽ ഇവളോട് ഒന്നും മിണ്ടാതിരിക്കുന്ന സമയത്ത് ഇവൾ അവനോട് ചെയ്തതിന് സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ വിടാതെ നീ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങളാണ് ആ ഒരു കസ്റ്റമർ എന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു, അത് അറിഞ്ഞപ്പോ ഞാൻ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറാൻ നോക്കിയതാണ്, പക്ഷെ അപ്പോഴാണ് നിങ്ങൾ പൈസ പേ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നു. അപ്പൊ അവനാണെങ്കിൽ അതിന് നീയാണ് ആ മാഷ് മേക്കർ എന്ന് അറിഞ്ഞപ്പോ എനിക്ക് നിന്നോട് ഒരു ദേഷ്യം തോന്നിയില്ല എന്ന് പറയുമ്പോൾ അവള് ഞെട്ടുന്നു. കാരണം എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് എന്റെ മാഷ് മേക്കറിന് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അവൻ അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നു. ഇവളാണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. ഇയാൾ എന്ത് നല്ല മനുഷ്യനാണ്, ഞാൻ ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ടും ഇയാൾ എന്താ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് ചിന്തിച്ച് എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവൾ ആ കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. വീട്ടിൽ വന്നിട്ടും അവൾക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. കാരണം ഓൾറെഡി അവൾക്ക് അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ അവര് തമ്മിലുള്ള അന്തരം വളരെ വലുതാണല്ലോ. ഇവള് ആ കമ്പനിയിലെ ഒരു സാധാരണ ജീവനക്കാരിയും പുള്ളി ആ കമ്പനിയുടെ ഹെഡും, അതുകൊണ്ട് തന്നെ അർഹതയില്ലാത്തത് ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞ് അവൾ അവളെ തന്നെ കൺട്രോൾ ചെയ്ത് അവൾ ഒരു തീരുമാനം എടുക്കുന്നു. പിറ്റേന്ന് തന്നെ ഇവള് അവളുടെ രാജിക്കത്ത് ആ ഒരു ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അങ്ങനെ അത് സോങ് അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തി ബാക്കി സ്റ്റാഫിനോടൊക്കെ അവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ട് ഇവളോട് നീ എന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ഇവളോട് ചോദിക്കുന്നു. നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാരമില്ല, പക്ഷെ നീ ഇവിടെ നിന്ന് ജോലിയൊന്നും ഉപേക്ഷിച്ച് പോകരുത്, എനിക്ക് തന്നെ കണ്ടോണ്ടെങ്കിലും ഇരിക്കാലോ എന്നൊക്കെ പറഞ്ഞ് അവൻ ഇവളുടെ അടുത്തേക്ക് വന്ന് അവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. ഇവിടെ എന്താ നടക്കുന്നത് മറ്റു സ്റ്റാഫുകൾ അപ്പുറത്തുനിന്ന് ഒളിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവളാണെങ്കിൽ പെട്ടെന്ന് അവനെ തട്ടിക്കളഞ്ഞിട്ട് ബോസ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ ഞാനും നിങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അതിനേക്കാളുപരി നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ഞാനല്ല, നിങ്ങൾക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അവനിക്കാണെങ്കിൽ അവൾ അങ്ങനെ റിജക്ട് ചെയ്തിട്ട് പോകുമ്പോൾ നല്ല സങ്കടമാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ച് ദിവസമായിട്ട് സോങ് ഓഫീസിൽ എത്തിയിട്ടില്ല. ഇവൾ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ട് സോങ്ങിന്റെ PA വന്നിട്ട് ഇവളോട് ഇത് ഇന്ന് വൈകിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഫയലാണ്, ബോസ് ഇതുവരെ ഇത് സൈൻ ചെയ്തിട്ടില്ല, ഒന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി സൈൻ ചെയ്തുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുന്നു. അവൾക്ക് അവനെ ഫേസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ജോലിയുണ്ട്, വേറെ ആരോടെങ്കിലും പറയോ എന്ന് പറയുമ്പോൾ അയാളും നിങ്ങൾക്ക് ആർക്കെങ്കിലും സമയമുണ്ടോടെ എന്ന് ചോദിക്കുന്നു. പക്ഷെ ആരും തന്നെ പോകാൻ തയ്യാറാവുന്നില്ല. കാരണം ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളും ഇപ്പൊ എല്ലാവർക്കും അറിയാം, എല്ലാവരും അതിന് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവളെ മനഃപൂർവ്വം അങ്ങോട്ട് പറഞ്ഞു വേണ്ടി അവർക്ക് സമയമില്ല എന്ന് പറയുന്നു. കണ്ടില്ലേ ആർക്കും വയ്യ, നീ തന്നെ ഇനി പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഫയൽ എവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നെ ഗതികെട്ട് ഇവള് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവനാണെങ്കിൽ അവനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് ഓഫീസിലേക്ക് വരാത്തത്. അങ്ങനെ അവൻ ആ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അവനിക്ക് സുഖമില്ലാണ്ടാവുന്നു. ഉടനെ തന്നെ അവനിക്കൊരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൻ അങ്ങോട്ടേക്ക് വന്ന് ഇതൊക്കെ നീ എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്റെ ബോസ് അല്ലേ എന്ന് ഇവള് പറയുന്നു. പക്ഷെ എനിക്ക് നിന്റെ ബോസായിട്ടിരിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് നേരെ കൂടെ വന്നാൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ടുപോയി ഇവളുടെ തന്നെ കുറെ പഴയ ഫോട്ടോകൾ അവളെ കാണിക്കുന്നു. ഇതൊക്കെ എന്റെ ഹൈസ്കൂൾ സമയത്തുള്ള ഫോട്ടോസ് അല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഇവള് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ ഒരുമിച്ചായിരുന്നല്ലേ ഹൈസ്കൂളിൽ പഠിച്ചതെന്ന് അവൻ പറയുന്നു. ഞാൻ നിന്റെ സീനിയർ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ഹാൻസം സീനിയർ ഉണ്ടായിട്ട് ഞാൻ എന്താ ശ്രദ്ധിക്കാതിരുന്നതെന്ന് ഇവള് മനസ്സിൽ വിചാരിക്കുമ്പോൾ ഇവൻ അവളോട് ഇല്ല തടിയാനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് ഇവളും ഇവരും കൂടി ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ഫോട്ടോ അവൻ ഇവളെ കാണിക്കുന്നു. അന്ന് നീ എന്നെ വലിയൊരു ആപത്തിൽ നിന്നാണ് രക്ഷിച്ചത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഇവനെ ആദ്യമായിട്ട് ഇവളെ രക്ഷിച്ചത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, കുട്ടികൾ ഇവനെ കളിയാക്കിയ സമയത്ത്. അതിനുശേഷം ഇവൻ ഒരു ദിവസം സ്കൂളില് ബാസ്കറ്റ്ബോൾ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് ക്ലാസ് ലീഡറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു പെൺകുട്ടി ഇവനോട് ഇവനൊരു തടിയനാണ്, അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിൽ എനിക്ക് ജയിക്കാൻ സാധിക്കില്ല, ആ ഒരു ടീമിൽ പോലും കയറാൻ ഇവൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ അന്ന് ഭയങ്കര ഫീൽ ആയിട്ട് അവൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ച് വണ്ടിയുടെ മുന്നിലോട്ട് എടുത്ത് ചാടുന്നു. അന്ന് നമ്മുടെ ലീച്ചിങ് ആണ് ഇവനെ രക്ഷിക്കുന്നത്. രക്ഷിച്ചത് മാത്രമല്ല അവനെ ആ ഒരു ബാസ്കറ്റ്ബോൾ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇവനിക്ക് ഇവളോട് ഒരു താല്പര്യമുണ്ട്. അതിപ്പോഴാണ് സത്യം
പറഞ്ഞാൽ അവൾക്ക് തന്നെ ഓർമ്മ വരുന്നത് ആ തടിയെ നിങ്ങളായിരുന്നു, ആ തടിയൊക്കെ ഇപ്പൊ ഇവിടെ പോയി, ഇപ്പൊ എങ്ങനെയായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഞാൻ എന്റെ ഹൈസ്കൂൾ കഴിഞ്ഞ് പിന്നെ അബ്രോഡാണ് പഠിച്ചത്, അവിടെ തന്നെ ട്രീറ്റ്മെന്റ് എടുത്തും എക്സസൈസ് ചെയ്തും ഒക്കെയാണ് ഈ കൊലത്തിൽ ആക്കിയതെന്ന് പറയുന്നു. പക്ഷെ ഞാൻ പിന്നീട് ഒരിക്കലും നിന്നെ കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചത് പോലുമല്ല, എങ്കിലും എങ്ങനെയൊക്കെയോ നീ എന്റെ കമ്പനിയിലേക്ക് തന്നെ വന്നു, അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവൻ അവളെ വീണ്ടും പ്രപ്പോസ് ചെയ്തു. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഓൾറെഡി തന്നെ ഇവൾക്ക് അവനെ ഇഷ്ടമാണല്ലോ, പിന്നെ ഒന്നിനെ പറ്റിയും അവളെ ചിന്തിക്കുന്നില്ല. ഇവനെ വിട്ടുകളയാനും അവൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രപ്പോസൽ അവളെ സ്വീകരിക്കുന്നു. അതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ്ങില് ഈ ഡ്രാമ അവസാനിക്കുന്നു.